നമസ്കാരം. ഇന്നത്തെ 10 പ്രവാസി വാർത്തകളിലേക്ക് സ്വാഗതം. കേരള തനിമ ആസ്വദിച്ച് ദുബായ് കിരീടാവകാശിയും ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം ദ്വിദിന സന്ദർശനത്തിനായി ഇന്ത്യയിലെത്തിയ ഷെയ്ഖ് ഹംദാന് ഡൽഹി ഇന്ദിരാഗാന്ധി അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ലഭിച്ചത് ഊഷ്മളമായ വരവേൽപ്പായിരുന്നു. ഇതിന്റെ ചിത്രങ്ങൾ അദ്ദേഹം തന്റെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ പങ്കുവച്ചിരുന്നു. ഇതിൽ കേരളത്തിന്റെ തനത് മേളവാദ്യമായ ചെണ്ടമേളം അദ്ദേഹം ആസ്വദിക്കുന്നതുമുണ്ടായിരുന്നു. അദ്ദേഹം എത്തിയ വിമാനത്താവളത്തിന്റെ പശ്ചാത്തലത്തിൽ 4 മേളക്കാർ ചെണ്ട കൊട്ടുന്നതാണ് ചിത്രം. ഈ ചിത്രത്തിന് വലിയ സ്വീകാര്യതയാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ ലഭിച്ചത്. മസ്കത്ത് ബൌഷർ വിലായത്തിലെ ഗുബ്രയിൽ കമ്പനിയിൽ അമോണിയ വാതക ചോർച്ചയെ തുടർന്ന് 5 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ബുധനാഴ്ച പുലർച്ചെയാണ് സംഭവം. എല്ലാവരുടെയും നില തൃപ്തികരമാണെന്ന് അധികൃതർ അറിയിച്ചു. വാതക ചോർച്ചയെ സംബന്ധിച്ച് അന്വേഷണം നടത്തിവരികയാണെന്ന് അധികൃതർ അറിയിച്ചു. പരിക്കേറ്റവർ ഏത് രാജ്യക്കാരാണ് എന്നതിനെക്കുറിച്ച് വ്യക്തമായിട്ടില്ല. ദുബായ് രാജ്യാന്തര വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ട ലക്ഷങ്ങളടങ്ങിയ ബാഗ് മിനിറ്റുകൾക്കകം കണ്ടെത്തി ദുബായ് പോലീസ്. 1,02,000 ദിർഹം അഥവാ 24 ലക്ഷം രൂപ, മറ്റ് സുപ്രധാന രേഖകൾ എന്നിവയായിരുന്നു ബാഗിലുണ്ടായിരുന്നത്. ടെർമിനൽ 1-ലായിരുന്നു സംഭവം. കുവൈത്തിൽ നിന്നെത്തിയ സഹോദരന്മാരായ 2 യാത്രക്കാർ തിരിച്ചു പോകുമ്പോഴാണ് പണമടങ്ങിയ ബാഗ് വിമാനത്താവളത്തിൽ നഷ്ടപ്പെട്ടത്. ഇന്ത്യൻ ക്രിക്കറ്റ് താരങ്ങളെയും ICC ഉന്നത ഉദ്യോഗസ്ഥരെ നേരിൽ കണ്ട് ദുബായ് കിരീടാവകാശിയും UAE ഉപപ്രധാനമന്ത്രിയും പ്രതിരോധ മന്ത്രിയുമായ ഷെയ്ഖ് ഹംദാൻ ബിൻ മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തൂം മുംബൈയിലായിരുന്നു അപ്രതീക്ഷിത കൂടിക്കാഴ്ച. കറുത്ത സ്യൂട്ട് ധരിച്ചെത്തിയ ഷെയ്ഖ് ഹംദാൻ ICC ചെയർമാൻ ജയ്ഷാ, ഇന്ത്യൻ നായകൻ രോഹിത് ശർമ്മ, T20 ക്യാപ്റ്റൻ സൂര്യകുമാർ യാദവ്, ഹാർദിക് പാണ്ഡ്യ എന്നിവരുമായി കൂടിക്കാഴ്ച നടത്തി. സൗദി ഭീകരന്റെ വധശിക്ഷ അൽ ഖസീമിൽ നടപ്പിലാക്കി. അൽ ബിൻ മൂസ ബിൻ അലി അൽ സഹ്റാനിക്കാണ് വധശിക്ഷ നടപ്പാക്കിയത്. വിദേശത്ത് പ്രവർത്തിക്കുന്ന ഭീകര സംഘടനയിൽ ചേർന്നതടക്കമുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയത്. നിയമവിരുദ്ധ രീതിയിൽ വിദേശത്തേക്ക് കടന്ന് ഭീകര സംഘടനയ്ക്കൊപ്പം ചേർന്ന് പോരാട്ടം നടത്തുകയും മറ്റ് ഭീകരർക്ക് ആയുധ പോരാട്ടം പരിശീലനം നൽകുകയും സൗദിയിൽ തിരിച്ചെത്തിയ ശേഷം രാജ്യത്തിനകത്ത് ഭീകരപ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം നൽകുകയും ചെയ്തുവെന്നും ഇയാൾക്കെതിരെ കുറ്റപത്രത്തിലുണ്ട്. താമസ സ്ഥലത്ത് ലഹരിമരുന്ന് സൂക്ഷിക്കുകയും കഞ്ചാവ് കൃഷി നടത്തുകയും ചെയ്ത 5 പേർ അറസ്റ്റിൽ. ക്രിമിനൽ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് സയൻസ് ജനറൽ ഡയറക്ടറേറ്റിന്റെ ആന്റി നാർക്കോട്ടിക്സ് ഡയറക്ടറേറ്റ് വിഭാഗമാണ് ഇവരെ അറസ്റ്റ് ചെയ്തത്. ലഹരി ഇടപാട് നടത്തിയതിനും അത്തരം ആവശ്യങ്ങൾക്കായി വീട്ടിൽ കഞ്ചാവ് നട്ടുപിടിപ്പിച്ചതിനും 28-നും 51-നും ഇടയിൽ പ്രായമുള്ള 5 വ്യത്യസ്ത രാജ്യക്കാരെയാണ് പിടികൂടിയത്. ഭാര്യ മാതാവിനെ റൈഫിൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തിയ കുവൈത്തി പൗരന് വധശിക്ഷ നൽകിയ അപ്പീൽ കോടതിയുടെ വിധി കാസേഷൻ കോടതി ശരിവെച്ചു. വിവാഹമോചനം ആവശ്യപ്പെട്ട ഭാര്യയെയും കൊലപ്പെടുത്താൻ ഇയാൾ പദ്ധതിയിട്ടിരുന്നു. പ്രതിക്ക് തന്റെ പ്രവൃത്തികളെക്കുറിച്ച് പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു എന്നതിന് സ്ഥിരീകരിക്കുന്ന മാനസികാരോഗ്യ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കോടതിയുടെ തീരുമാനം. മഹാവീർ ജയന്തി പ്രമാണിച്ച് നാളെ ഖത്തറിലെ ഇന്ത്യൻ എംബസിക്ക് അവധിയായിരിക്കുമെന്ന് എംബസി അധികൃതർ അറിയിച്ചു. വെള്ളി ശനി ദിവസങ്ങളിലെ വാരാന്ത്യ അവധിയും കഴിഞ്ഞ് ഇനി ഞായറാഴ്ചയായിരിക്കും എംബസി തുറന്ന് പ്രവർത്തിക്കുക. കുവൈത്ത് ഓയിൽ കമ്പനിയുടെ വടക്കൻ കുവൈത്തിലെ പ്രവർത്തന മേഖലയിൽ പൈപ്പ് ലൈൻ പൊട്ടിയുണ്ടായ അപകടത്തിൽ പ്രവാസി മലയാളി മരിച്ചു. ആലപ്പുഴ ജില്ലയിലെ മാവേലിക്കര തട്ടാരമ്പലം സ്വദേശി രാമൻപിള്ളയാണ് അപകടത്തിൽ മരിച്ചത്. 61 വയസ്സായിരുന്നു. കുവൈത്ത് ഓയിൽ കമ്പനിയുടെ കീഴിലുള്ള കോൺട്രാക്ടിംഗ് കമ്പനിയിലായിരുന്നു ജോലി. മൃതദേഹം നാട്ടിലേക്ക് കൊണ്ടുപോകാനുള്ള നടപടിക്രമങ്ങൾ പുരോഗമിക്കുന്നു. പ്രവാസി മലയാളി റിയാദിലെ താമസ സ്ഥലത്ത് മരിച്ചു. കൊല്ലം വർക്കല അയിരൂർ ഊന്നിൻമൂട് സ്വദേശി ജലീലുദ്ദീനെയാണ് റിയാദ് നസീമിലെ മുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. 48 വയസ്സായിരുന്നു. ഹൃദയാഘാതമാണ് മരണകാരണം. കഴിഞ്ഞ വ്യാഴാഴ്ചയായിരുന്നു അന്ത്യം. ഷുമൈസി ആശുപത്രിയിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം എയർ ഇന്ത്യ എക്സ്പ്രസ് വിമാനത്തിൽ ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരത്ത് എത്തിച്ചു. ഇന്നത്തെ പ്രവാസി വാർത്തകൾ പൂർണ്ണമാകുന്നു. നമസ്കാരം.